തലേദിവസം എല്ലാവരും ഭക്ഷണമൊക്കെ കഴിഞ്ഞ് വീടൊക്കെ വൃത്തിയാക്കി ഒന്ന് നേരത്തെ പകൽ സമയത്ത് തന്നെ വൃത്തിയാക്കിയതാണ്. എന്നാലും ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഒന്നും കൂടി എല്ലാം വൃത്തിയാക്കി തുടച്ചതിന് ശേഷം ഞാൻ വിഷുക്കണി വെച്ച് കേട്ടോ. ഇന്ന് ഞാൻ എല്ലാ വർഷവും വെക്കുന്നതിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായ രീതിയിലാണ് വിഷുക്കണി വെച്ചിരിക്കുന്നത്. നവധാന്യങ്ങളെല്ലാം കൂടി ഒരുമിച്ച് ഒരു പാത്രത്തിലാണ് ഇന്ന് വെച്ചിരിക്കുന്നത്. പിന്നെ മുഴുവനോടെയുള്ള തേങ്ങയായിരുന്നു എല്ലാ വർഷവും വെക്കുന്നത്. ഇന്നത് മാറ്റി തേങ്ങ രണ്ടാക്കി പൊട്ടിച്ച തേങ്ങയുടെ രണ്ട് മുറിയാണ്. മുറിക്കകത്ത് ഞാൻ കഴുകി വൃത്തിയാക്കിയ നാണയങ്ങളാണ് കേട്ടോ ഇട്ട് വെച്ചിരിക്കുന്നത്. പിന്നെ ബാക്കിയൊക്കെ പതിവ് പോലെ തന്നെ കാര്യങ്ങൾ വെച്ച് പിന്നെ കൂടുതലായിട്ട് നമ്മളുടെ കണ്ണിനൊരു തലക്കെട്ടും കൂടി അങ്ങോട്ട് കൊടുത്തങ്ങോട്ട് സ്റ്റൈലാക്കി കേട്ടോ. 8 വർഷമായിട്ട് ഞാൻ ഈ ഉണ്ണിക്കണ്ണനെ തന്നെയാണ് വിഷുക്കണി കാണാൻ എല്ലാ വർഷവും ഒരുക്കി നിർത്തിയിരിക്കുന്നത്. അങ്ങനെ ഇന്ന് ഇരിക്കട്ടെ ഒരു കെട്ടെന്ന് വെച്ചു. അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ കടിഞ്ഞത്തൂരപ്പൻ്റെ അടുത്തോട്ടാണ് കേട്ടോ വിഷുക്കണി കാണാൻ പോയത്. അങ്ങനെ വിശാലമായിട്ട് കടിഞ്ഞത്തൂരപ്പനെ കണ്ടു പ്രാർത്ഥിച്ചു. അതിനുശേഷം അയ്യപ്പൻ മഠത്തിലാണ് അവർ വിഷുക്കണി വെച്ചിരിക്കുന്നത്. അവിടെ പോയി വിഷുക്കണി കണ്ടു. അങ്ങനെ അവിടെ വിഷുക്കണിക്ക് ശേഷം കൈനീട്ടമൊക്കെ കൊടുക്കുന്നുണ്ട്. അതൊക്കെ സന്തോഷകരമായി കൈപ്പറ്റി. ഒരു വർഷത്തെ ഫലമാണ് കേട്ടോ. അങ്ങനെ അതൊക്കെ കൈപ്പറ്റി സന്തോഷമായിട്ട് ഞാനും അങ്കിത്തും ഗിരീഷേട്ടനും കൂടി ഞങ്ങൾ വീട്ടിലോട്ട് തിരിച്ചു വന്നു. അങ്ങനെ അവിടെ കണ്ട ചെറിയ 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 കാഴ്ചകളാണ് കേട്ടോ. പിന്നെ രാവിലെ ആയതുകൊണ്ട് അങ്ങനെ വീണ്ടും വീഡിയോ എടുക്കാനൊന്നും നിന്നില്ല. പിന്നെ ഞങ്ങൾ തിരിച്ച് വരുന്ന വഴിക്ക് ചെറിയ ഒരു ഫോട്ടോയും കൂടി എടുത്ത് സന്തോഷമായിട്ട് ഇരിക്കട്ടെ ഒരു വിഷു സ്പെഷ്യൽ എന്ന് വിചാരിച്ച്. ഇനിയിപ്പോൾ വിഷുവിന് ഫോട്ടോ എടുക്കണേ അടുത്ത വർഷം വരെ ഇങ്ങനെ വെയിറ്റ് ചെയ്യണ്ടേ, അതുകൊണ്ട് ഒരു ഫോട്ടോ എടുത്തു. ഇത് ഞാൻ വീട്ടിൽ വന്നതിന് ശേഷം രാവിലെ ഞാൻ നമ്മുടെ ഉണ്ണിക്കണ്ണനോട് പോയിരുന്നു സംസാരിച്ചതൊക്കെയാണ് കേട്ടോ. ഇനി അടുത്ത വിഷു വരുന്നത് വരെയുള്ള എല്ലാ കാര്യവും അങ്ങോട്ട് ഏറ്റേക്കണം, അങ്ങ് ഏൽപ്പിച്ചിരിക്കുകയാണെന്നൊക്കെയാണ് കേട്ടോ ഞാൻ പറഞ്ഞിരിക്കുന്നത്.